അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് നൽകുന്ന പ്രോത്സാഹനം അവസാനിപ്പിച്ചില്ല എങ്കിൽ പാകിസ്ഥാന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി മുന്നറിയിപ്പ് നൽകി. ഭീകരതയ്ക്കുള്ള പിന്തുണ ഇസ്ലാമാബാദ് തുടർന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം പതിപ്പ് വിദൂരമല്ല. സ്വന്തം സ്ഥാനം ഭൂപടത്തിൽ നിലനിർത്തണമോ എന്ന് പാകിസ്ഥാന് തീരുമാനിക്കാമെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കി. वो संयम नहीं रखेगा जो सिंदूर 1.0 में हमने संयम रखा. इस बार हम आगे की कार्रवाई करेंगे और कुछ ऐसी कार्रवाई करेंगे कि हो सकता है पाकिस्तान को सोचना पड़े कि उसके इतिहास में भूगोल में रहना है कि नहीं रहना. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭീകരരുടെ കേന്ദ്രങ്ങൾ പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് മാറ്റിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ എത്ര ഉൾപ്രദേശങ്ങളിലേക്ക് ഭീകരരുടെ കേന്ദ്രങ്ങൾ മാറ്റിയാലും അവ തകർക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കഴിയുമെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞു. अगर इंटेलिजेंस अवेलेबल है तो हमारे पास अब कैपेबिलिटी है कि उनके हम किसी भी ठिकाने में डीप इनसाइट विद एब्सोल्युटली एक्यूरेट टारगेटिंग हम उनको उनके ठिकानों को नष्ट कर सकते हैं. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ 8 മുതൽ 10 യുദ്ധവിമാനങ്ങൾ വരെ തകർത്തതായി വ്യോമസേനാ മേധാവി അറിയിച്ചു. ഇതിൽ അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനങ്ങളും ചൈനീസ് നിർമ്മിത JF-17 യുദ്ധവിമാനങ്ങളും ഉൾപ്പെടും. ഇതിനു പുറമെ പാകിസ്ഥാന്റെ ഒരു നിരീക്ഷണ വിമാനവും തകർത്തതായും വ്യോമസേനാ മേധാവി വ്യക്തമാക്കി. B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.